കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന സർക്കാർ ജീവനക്കാരും അധ്യാപകരും പെൻഷൻകാരും ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന 12ാം ശമ്പള പരിഷ്കരണ നടപടികൾ അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി ഈ പരിഷ്കരണം നടപ്പിലാക്കി ഉത്തരവിറക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതിനായുള്ള ശമ്പള കമ്മീഷൻ പ്രഖ്യാപനം വരാനിരിക്കുന്ന ബജറ്റിന് മുന്നോടിയായി ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സാധാരണഗതിയിൽ ഓരോ 5 വർഷം കൂടുമ്പോഴാണ് കേരളത്തിൽ ശമ്പള പരിഷ്കരണം നടക്കാറുള്ളത്. കഴിഞ്ഞ 11ാം ശമ്പള പരിഷ്കരണം 2021 പ്രാബല്യത്തിൽ വന്നത്. നിലവിലെ റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ 2026 മാർച്ചോടുകൂടി ജീവനക്കാർക്ക് പുതുക്കിയ ശമ്പളം കൈകളിലെത്തുന്ന രീതിയിലാണ് ക്രമീകരണങ്ങൾ നടക്കുന്നത്. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിന് മുൻപ് തന്നെ ഇതിന്റെ ആനുകൂല്യങ്ങൾ നൽകി തുടങ്ങുക എന്ന രാഷ്ട്രീയ ലക്ഷ്യം കൂടി ഇതിന് പിന്നിലുണ്ട്. പ്രതീക്ഷിക്കുന്ന ശമ്പള വർധനവും ഫിറ്റ്മെന്റ് ബെനിഫിറ്റും ജീവനക്കാരുടെ ഏറ്റവും വലിയ ആകാംക്ഷ എത്ര രൂപ ശമ്പളത്തിൽ വർദ്ധിക്കുമെന്നതിലാണ്. 11ാം ശമ്പള പരിഷ്കരണത്തിൽ അടിസ്ഥാന ശമ്പളത്തിന്റെ 1.37 മടങ്ങ് ഗുണിച്ചായിരുന്നു പുതിയ ശമ്പളം നിശ്ചയിച്ചിരുന്നത്. അന്ന് 27% ക്ഷാമബത്തയും 10% ഫിറ്റ്മെന്റ് ബെനിഫിറ്റും ചേർത്ത് ആകെ 37% വർധനവാണ് ഉണ്ടായത്. എന്നാൽ 12ാം ശമ്പള പരിഷ്കരണത്തിൽ ഇത് 1.38 മടങ്ങായി ഉയരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇത് പ്രകാരം ഏകദേശം 38% വരെ ശമ്പള വർധനവ് ജീവനക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട്. നിലവിലെ കണക്കനുസരിച്ച് 1.38 മടങ്ങ് ഗുണകമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ സംസ്ഥാനത്തെ ഏറ്റവും കുറഞ്ഞ അടിസ്ഥാന ശമ്പളം 31,740 രൂപയായി മാറും.